മാർച്ചിലാണ് പിന്നെ ഈ വി എസിന് പാർട്ടി മെമ്പർഷിപ്പ് ഇട്ടത് 1940 മാർച്ചിൽ. അത് പി കൃഷ്ണപിള്ള ആലപ്പുഴ ചെന്ന് തൊഴിലാളികളെ കാണുന്നു, ആ തൊഴിലാളികളായി സംസാരിക്കുന്നു. അപ്പോൾ വി എസുമായിട്ട് സംസാരിക്കുന്നു. വി എസ് ആസ്പിൻവാൾ തൊഴിലാളിയായിരുന്നല്ലോ അവിടുത്തെ കയർ ഫാക്ടറിയിൽ. ആ കയർ ഫാക്ടറി തൊഴിലാളിയായ വി എസിനോട് ഒറ്റയ്ക്ക് പി കൃഷ്ണപിള്ള സംസാരിച്ചു. അപ്പോൾ ഇയാൾ മിടുക്കനാണെന്ന് തോന്നി. അപ്പോൾ സൈമൺ ആശാനാണ് അവിടുത്തെ പാർട്ടിക്കാരൻ. സൈമൺ ആശാൻ്റെ പറഞ്ഞു ഈ ചെറുപ്പക്കാരനോട് മെമ്പർഷിപ്പ് കൊടുക്കണം. അന്ന് 17 വയസ്സേ ഉള്ളൂ. 1937 38 ആണ്. അപ്പോൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റായത്. അപ്പോൾ 40-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിതമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായി പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 2ാമത്തെ മാസമാണ് വി എസ് കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്. ആ വി എസിനെയാണ് പുറത്ത് ചാടിക്കാൻ 64-ന് ശേഷം പാർട്ടി വന്ന ചില മാന്യന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ദ്രോഹം ഉണ്ടാക്കിയിട്ടും വി എസ് ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല. പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുമില്ല. പാർട്ടി അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ പോലും ഈ പക്ഷാഘാതം പിടിപെട്ട് വീട്ടിൽ കിടക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ഒരു അക്ഷരം വി എസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പലരും പാർട്ടി വിടാൻ പറഞ്ഞു, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. അവരോടൊക്കെ ആട്ടി ഇറക്കിയതല്ലാതെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളി പറയാൻ വി എസ് ഉണ്ടായിരുന്നില്ല.